അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഒരു നാല് ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് പ്രസംഗിക്കട്, യാ അയ്യുഹന്നാസ് ലാ തഹ്മിലന്നകുമുൽ ഉസ്റത്തു അലാ ത്വലബിർ റിസ്ഖി മിൻ ഗൈരി ഹില്ലിഹി. നിങ്ങളെ കഷ്ടത്തറ, നിങ്ങളെ ഞെരുക്കങ്ങ, അത് നിങ്ങളെ പേരേപ്പിക്കാതിരിക്കട്ട് എന്തിനു മേൽ അലാ ത്വലബിർ റിസ്ഖി മിൻ ഗൈരി ഹില്ലിഹി, അല്ലാത്ത ഭാഗത്ത് റിസ്ക് തേടുന്നതിന് മേൽ നിങ്ങളെ ഞെരുക്കപ്പാട്, നിങ്ങളെ കഷ്ടത്തറ നിങ്ങളെ പേരേപ്പിക്കാതിരിക്കട്ട് ഉണ്ട്. അപ്പോൾ കഷ്ടമുണ്ടു ജീവിതത്തിൽ, ജീവിതം മുന്നോട്ട് പോകണില്ലേ, ഭാര്യ കഷ്ടമുണ്ടു. അപ്പോൾ എന്താക്കടേ, അപ്പോൾ ഹലാലല്ലാത്ത എന്തെങ്കിലും ഒഴിവാട്ടുകാക്കടേ, ഹറാമിൻ്റെ ഭാഗത്ത് ചിന്തിക്കടേ. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ആക്കിരോ തീരാ. ഫഇന്നീ സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഞാൻ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് കേട്ടേ, അല്ലാഹുമ്മ തവഫനി ഫഖീറൻ, അല്ലെങ്കിൽ ഇന്നൊരു റിവായത്തുണ്ട് അല്ലാഹുമ്മ അഹീനി മിസ്കീനൻ വതവഫനി മിസ്കീനൻ വഹ്ശുർനി ഫീ സുമറത്തിൽ മസാക്കീൻ. പഠിച്ചവനെ, അഹീനി മിസ്കീനൻ, എൻ്റെ മിസ്കീനായിട്ട് ജീവിപ്പിക്ക്, വതവഫനി മിസ്കീനൻ, എൻ്റെ മിസ്കീനായിട്ട് നീ മരിപ്പാട്ട്, വഹ്ശുർനി ഫീ സുമറത്തിൽ മസാക്കീൻ, എൻ്റെ നാളെ പരലോകത്തിൽ മിസ്കീന്മാരുടെ കൂട്ടത്തിലായിട്ട് തന്നെ നീ ഒരുമിച്ച് കൂട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാർന്നത് നാം കേട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനായിട്ട് ജീവിച്ചിട്ട് എത്രയോ കഷ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചിട്ട് അവിടുത്തെ ഔത്തുളു പിന്നെ തീ കത്തുപാട്ടത്തെ പിന്നെ ഭക്ഷണ ഭയപാട്ടത്തെ എത്രയോ നാളുകൾ കഴിഞ്ഞു പോയിട്ട് ഭാര്യമാർ പിന്നെ സമ്മതിച്ചതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔത്തുളു ചോർക്കറിയാക്കാണ്ട് എത്ര സമയം പിന്നെ കുറേ നാളുക ചോർക്കറിയാക്കാത്ത എത്രയും നാളുക ഇന്നുണ്ട്. ആയെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്കുള്ളതായ ഒരു ഹറാമിൻ്റെ ചിന്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ചിന്തയിൽ വന്നിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ജീവിച്ച് കാണിച്ചിട്ട് എത്ര കഷ്ടമായെങ്കിലും ഹലാൽ മാത്രമേ ഉദ്ദേശിച്ച് ജീവിക്കണമെന്നു. എന്നിട്ട് നമുക്കും ഉപദേശിക്കട്, ഹലാലല്ലാത്ത ഒരു ഭാഗത്ത് നിങ്ങൾ എന്താക്കണ്ട, ചിന്തിക്കണ്ടാണ്ട്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ആൾമാർ പിന്നെ ഹറാമിടെ സമ്പാദിക്കാറ് കേൾക്കുമ്പോൾ ചെയ്ക്കണല്ലേ, പെഞ്ഞ മക്കളെ വലുത്തണല്ലേ, ഇങ്ങനത്തെ കാരണം ചെല്ലാറ്. പക്ഷേ ഇതൊന്നും ഒരു കാരണമല്ല. നാളെ മുൻഗാമികളായ മഹാന്മാർ ഈ വിഷയത്തിൽ ഭയങ്കര കർശനമായ ഒരു നിലപാടിന് ഒരു കണ പോലും ഹറാമായ ഭക്ഷണം നക്കാന്നെ പെഞ്ഞ മക്കളെ ഭയത്ത് പോത്തീരാണ്ടായിട്ട് ആ നിലയ്ക്ക് ജീവിച്ച് കാണിച്ചാർ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഒരാട് കട്ടുപോയപ്പോൾ ഹനീഫ നേരെ ആട് മേയ്ക്കൽ ഒരാളിട്ട് പോയിട്ട് ഒരാട് എത്ര വർഷം മിഞ്ചിരുണ്ട് കേട്ടത്. അപ്പോൾ അയാൾ 5-6 വർഷം മിഞ്ചിരുണ്ട് എങ്കിൽ അത്ര വർഷം അബൂ ഹനീഫ ആട് എന്താക്കില്ല, ആട് ഇറച്ചി കൂട്ടില്ല. കാരണം എന്തേ, അത് എന്തെങ്കിലും ആട് കട്ടുപോയിട്ട് ലാസ്റ്റ് അത് മട്ടൺ സ്റ്റാളിൽ എത്തിയിട്ട് അവിടെ ഇറച്ചാക്കിയിട്ട് ചിലപ്പോൾ എൻ്റെ അകത്ത് പറയാൻ ചാൻസ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദാവത്തില്ല എങ്ങനെയെങ്കിലും എൻ്റെ ഭയത്ത് ഹറാമിലെ ആട് എൻ്റെ ഭയത്ത് എത്തു ചൊല്ലി പേടിയിൽ 5-6 വർഷം എന്താക്കില്ല, ആട് ഇറച്ചി കൂട്ടില്ല. അത്രത്തോളം അങ്ങ് ജാഗ്രത ആക്കിയാറ്. എന്തായെങ്കിലാ എൻ്റെ ഞങ്ങളിൽ ചില ആൾമാർ എല്ലാവരല്ല എന്തിനാക്കടെ ഔത്തിൽ കെട്ടിവെച്ച് പിറത്തുമത്ത് കെട്ടിവെച്ച പൈടെ ഗിൽച്ച് കൊണ്ടുപോയിട്ട് ഇറച്ചാക്കിയിട്ട് അതിന് വിൽക്കുന്നതായ ഒരവസ്ഥ. അല്ലെങ്കിൽ തെരുവിലെവിടെയെങ്കിലും പൈങ്ങമാർ എന്തെങ്കിലും മെയ്യുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് ടെമ്പത്തിൽ നിറച്ചിട്ട് കൊണ്ടുപോയിട്ട് അതിനെ ഇറച്ചാക്കിയിട്ട് കൊടുക്കുന്ന ആൾമാരും ഉള്ളാറ്. അപ്പോൾ ആഖിറത്തെ സംബന്ധിച്ചൊരു എന്തില്ല, ഒരു പിന്നെ ഒരു പേടിയേ ഇല്ല. എങ്ങനെയെങ്കിലും ദുനിയാവ് ചെയ്യിച്ച് കിട്ടണോ ചില ഉദ്ദേശമായിട്ടേക്കത്. അപ്പോൾ വാസ്തവത്തിൽ ഇത് വലിയ എഫക്റ്റ് ഉണ്ടാക്കൽ. പെഞ്ഞ മക്കളെ ബൽത്തകായിട്ട് ഹറാമിടെ സമ്പാദനാക്കിയ ആൾമാർ എങ്ങനെ പിന്നെ അതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുവോ സാധ്യമാവും. ലാ യദ്ഖുലുൽ ജസദു പിന്നെ ലാ യദ്ഖുലുൽ ജന്നത്തൽ ജസദു
ഉദിയ ബിൽ ഹറാം, ഹറാം തിന്നിട്ട് പിന്നെ ഭക്ഷിച്ചിട്ട് വെലിഞ്ഞതായ ശരീരം ഒരിക്കലും സ്വർഗത്ത് കടക്കല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെന്ന്. അപ്പോൾ നഖം നരകത്ത്, നാല് പെഞ്ഞേ മക്കളെയും നരകത്ത് വലിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയോ തീരാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഫൈന്ന അഷ്ഖൽ അഷ്ഖിയായി മനിജ്തമഅ അലൈഹി ഫഖ്റുദ്ദുനിയ വഅദാബുൽ ആഖിറ, പരാജിതരിൽപ്പെട്ട ഏറ്റവും വലിയ പരാജിതനാറ്, ഏറ്റവും വലിയ നഷ്ടക്കാരാറ് ചെന്നെങ്കിൽ അവന് ദുനിയാവിലും സുഖമില്ല, ആഖിറത്തിലും സുഖമില്ല. ദുനിയാവിലും അവൻ മിസ്കിനായിട്ട് ജീവിച്ചില്ല, ആഖിറത്തിലും അവർക്ക് അള്ളാഹുടെ അദാബുണ്ട് അവനായിട്ട് കിടാണ്ട് ചെന്നെങ്കിൽ ദുനിയാവിൽ കഷ്ടത്തിൽ ജീവിച്ചില്ല. പക്ഷേ കഷ്ടപരം എന്നാക്കിയ ഹറാമുടെ സമ്പാദനാക്കോ തുടങ്ങിയ ഹറാമുടെ സമ്പാദനാക്കിയിട്ട് അവന് ജീവിച്ച് മരിച്ച, ഇപ്പോൾ ആഖിറത്തിൽ നോക്കുമ്പോൾ അവിടെ ഈ ഹറാമുടെ സമ്പാദിച്ചതിൻ്റെ പേരിൽ അവനോട്ട് എൻക്വയറി ഉണ്ട്, വിചാരണയുണ്ട്. അവിടെ അവൻ തപ്പിസ്ഥനായപ്പോൾ അവിടെയും നരകത്ത് പോകേണ്ടി വന്നു. ഇപ്പോൾ ദുനിയാവിലും സുഖമില്ല, ആഖിറത്തിലും സുഖമില്ല. ദുനിയാവിൽ കഷ്ടമെന്നൊക്കെ ആഖിറത്തിൽ കണ്ടിട്ടായിട്ടും അള്ളാഹു സ്വർഗ്ഗം കൊടുക്കണം. മിസ്കീന്മാർ കഷ്ടത്തിൽ ജീവിച്ചെങ്കിൽ അതൊക്കെ പരിഹാരമായിട്ട് അള്ളാഹു ആഖിറത്തിൽ സ്വർഗ്ഗത്തുണ്ട. പക്ഷേ സബർ വേണം. അള്ളാഹു കൊടുത്ത ആ പരീക്ഷയിൽ സബറായിട്ട് ജീവിച്ചിട്ടെങ്കിൽ, അതേ സന്ദർഭത്തിൽ കഷ്ടമുണ്ടോ ചെന്നിട്ട് ഹറാമിൻ്റെ ഭാഗം ചിന്തിച്ചിട്ട് ഹറാമ് സമ്പാദിച്ച് ജീവിച്ചിട്ടെങ്കിൽ അങ്ങ് ദുനിയാവിലും കഷ്ടമായിട്ട് ആഖിറത്തും കഷ്ടമായിട്ട്. ചില സന്ദർഭത്തിൽ ചില മനുഷ്യന്മാർ ദുനിയാവിലും സുഖമുണ്ട്, പിന്നെ ആഖിറത്തിൽ അങ്ങ് അദാബുണ്ട്. അതെങ്കിൽ ഓക്കെ, ഒന്ന് ദുനിയാവിലെ അങ്ങ് സുഖപ്പെട്ടാറല്ലേ. ഇതങ്ങനല്ല, ദുനിയാവിലും കഷ്ടം, ആഖിറത്തിലും കഷ്ടം. അങ്ങായിട്ട് ഏറ്റവും വലിയ പരാജിത ആൾമാർ. അതുകൊണ്ട് എത്രയും കഷ്ടം വന്നെങ്കിലും ഞങ്ങൾ ഹറാമുടെ ഭാഗം ചിന്തിക്കാണ്ട് ഹലാൽ മാത്രം തിന്നിട്ട് ജീവിക്കോ പ്രയത്നാക്കണം. ഞങ്ങളെ പെഞ്ഞയമക്കവും ഹലാലല്ലാത്ത ഒരു സമ്പാദനം ഞങ്ങൾ കൊടുക്കുകയോ തീരാം. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് നല്ല ജീവന മാർഗ്ഗം അള്ളാഹു എളുപ്പത്തിലാക്കിയിട്ട് സുലഭത്തിലാക്കിയിട്ട് വിശാലമാക്കി തന്നത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലൈഹി വസല്ലം.